സാംസ് 125:3 സങ്കീർത്തനം 165:3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. അപ്പോൾ നമുക്കൊരവകാശം ദൈവമാണ്. അതായത് എനിക്ക് ബൗണ്ടറി ലൈൻ സങ്കീർത്തനം 16 പറയുന്നുണ്ട്, അവനാണ് എൻ്റെ ഓഹരി, അവൻ എൻ്റെ അതിരുകളെ പരിപാലിക്കുന്ന ദൈവമാണ്. വേറെ ആരും അതിനകത്തൊന്നും കയറാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ശത്രു അകത്ത് കയറിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് 16:5 എൻ്റെ സങ്കീർത്തനം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്തെ വീണിരിക്കുന്നു. അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. നമുക്ക് അളവുനൂലിട്ട് ഈ ജോഷുവയുടെ കാലത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞ് വാഗ്ദത്ത ഭൂമികൾ ഓരോന്നും അളവുനൂലിട്ട് ലോട്ടിട്ട്, അതായത് ചീട്ടിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഭൂമികൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു ദൈവം നമുക്ക് ഒരു അളന്ന നിലം തന്നിട്ടുണ്ട്, ഭൂമി തന്നിട്ടുണ്ട്. അത് ദൈവം നിയോഗിച്ച് തന്നതാണ്. അതിൽ നമ്മൾ സ്വാതന്ത്ര്യം ഏറ്റെടുക്കുക, അതായത് നമ്മുടെ അവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തന്ന ഭൂമി ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മളത് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരായിട്ട് ചെയ്യാൻ കൃപ വേണം. നമ്മൾ ഭൂമി തരുമ്പം ചില ഭൂമികൾ എടുക്കുമ്പോഴാണ് ഈ ഭൂമി എടുക്കുമ്പോൾ യുദ്ധം കൂടുതലാണ്. ഉൽപ്പത്തിയിൽ തന്നെ മക്കളെ കൊടുക്കാൻ നേരത്ത് യുദ്ധക്കാരൊന്നും പറയുന്നില്ല, പക്ഷെ ഭൂമി കൊടുക്കാൻ നേരത്ത് ദൈവം പറയുന്നുണ്ട് യാഗം കഴിക്കാൻ. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മക്കളെ കൊടുക്കുന്നവർ ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു, താഴോട്ടും നോക്കാൻ പറഞ്ഞു. ഈ നക്ഷത്രത്തെ പോലെയും പിന്നെ കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുന്നു. അന്നേരം ദൈവം ഒന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഞാൻ കൊടുക്കും. പക്ഷേ ഭൂമി കൊടുക്കാൻ നേരത്ത് ദൈവം പറഞ്ഞു നീ യാഗം കഴിക്കണം. അപ്പോൾ അതൊരു പ്രത്യേകതയല്ലേ, എന്തിനാ അങ്ങനെ പറയാം. അപ്പം ഈ ഭൂമി ദുഷ്ടാത്മാവിന് നമ്മൾ വിറ്റ് കളഞ്ഞല്ലോ. ഇതിപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുക, ലോകത്തിൻ്റെ പ്രഭുവായിട്ട് നടക്കുക. അപ്പോൾ അവിടെ ഒരു യാഗം കഴിക്കാതെ ഭൂമി നമുക്ക് തരേണ്ടതിന് ദൈവവുമായിട്ട് വീണ്ടും ഒരു ഉടമ്പടി എടുക്കുമ്പോഴാണ് ദൈവം വന്ന് യുദ്ധം ചെയ്തത് എടുക്കുന്നത്. അത് പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ഭൂമി ദൈവത്തിൻ്റേത്, നമുക്ക് ദൈവം തന്നതാണ്. തലമുറയ്ക്ക് മുമ്പേ കിട്ടിയവരുടെ ആണെങ്കിൽ പ്രശ്നമില്ല. അത് നമ്മുടെ മിക്ക കുടുംബങ്ങളിലും പിതാക്കന്മാർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു കിട്ടും നമുക്ക്. അതായത് ജനറേഷൻ ടു ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുമ്പം അവിടെ വലിയ യുദ്ധം കാണുന്നില്ല. എന്നാൽ പുതിയൊരു ഭൂമി ഒന്ന് വാങ്ങിച്ച് നോക്കുമ്പോൾ ഒന്ന് ദൈവമേ, എങ്ങുമില്ലാത്ത പിശാചുക്കളെല്ലാം കൂടെ ഇറങ്ങി വരുന്നത് കാണാം. വാങ്ങിക്കാൻ കഴിവുള്ളവർക്കേ ഒക്കത്തുള്ളൂ. ദിനകരനൊക്കെ ശുശ്രൂഷ, അതായത് അവരുടെ കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് ഒത്തിരി സ്ഥലം ദൈവാത്മാവ് തന്നെ പറഞ്ഞിട്ട് പോയി വാങ്ങിപ്പിച്ച് ദൈവം. അത് വാങ്ങിക്കാൻ പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടാണ്. എന്നിട്ടും അതിൻ്റെ നടുക്കൊരു ചെറിയ അമ്പലമുണ്ട്. ഇവരുടെ അമ്പലം എന്ന് പറയുമ്പം ചെറിയൊരു കല്ല് വെച്ചിട്ട് അതിന് മുമ്പിലൊരു ചെറിയൊരു കൂട് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് അതാണ് അവരുടെ അമ്പലം. അല്ലാതെ വലിയ കാണുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എത്ര പ്രാർത്ഥിച്ചിട്ടും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് അങ്ങേപ്പുറത്തും ദൈവം അങ്ങോട്ട് കോളേജ് പണിതെടുത്തു. ഇന്നും കോളേജ് നടക്കുന്നുണ്ട്. അപ്പം ശത്രുവിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ അഴിച്ചു മാറ്റേണ്ടപ്പോൾ അഴിച്ചു മാറ്റുന്നത് ദൈവം. അല്ല, അവിടെ നിന്നാലും നിനക്ക് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിൽ പേടിക്കാതെ ചെയ്യാനുള്ള കൃപ തരുന്നതും ദൈവമാണ്. അപ്പം 125 നമ്മൾ നോക്കുമ്പോൾ നീതിമാന്മാർക്ക് ദൈവം ഒരു അവകാശം വെച്ചിട്ടുണ്ട്. അതിൽ ശത്രു കൈ കടത്താൻ ഒക്കത്തില്ല എന്ന് വചനം പറയുന്നു. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഉറച്ചിരിക്കണം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിൻ്റെ മേൽ ഇരിക്കത്തില്ല. അതായത് എൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് സ്ഥലം വാങ്ങിക്കുമ്പോൾ അറിയാം, ബാംഗ്ലൂരിലൊക്കെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഒരേ സ്ഥലം ഒരു പലർക്ക് വിൽക്കും. നമ്മളെ ആയിരിക്കും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന്. സാധനം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിൽക്കാൻ നേരത്ത് നോക്കുമ്പോഴാണ് ഇത് നമ്മുടെ പേരിലല്ല ഈ സ്ഥലം. അതിനിടയ്ക്ക് അവർ വേറെ വിൽക്കും. പിന്നെ കേസ് കൊടുത്ത് ജയിച്ചിട്ടുള്ള പല കൂട്ടുകാരെ എനിക്കറിയാം. എത്ര നാളത്തെ കേസാണ്. ഒരു ഭൂമി നമ്മൾ വാങ്ങിച്ചെന്നും പറഞ്ഞ് അധികാരം കിട്ടെടുക്കണമെങ്കിൽ, അതിൻ്റെ അവകാശം ഏറ്റെടുക്കണമെങ്കിൽ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ ജയിക്കാൻ കഴിവുള്ളവരെ ഭൂമി വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. പലപ്പോഴും സ്റ്റേറ്റിൽ പോയി വാങ്ങിക്കുന്ന ഭൂമി തരിശുഭൂമിയായിട്ട് കിടക്കുന്നത് കാരണം പ്രാർത്ഥനയുടെ ശക്തി കടന്നു ചെല്ലുന്നില്ല.
അപ്പം നമുക്ക് ദൈവം തരുന്ന ഭൂമിയാണെങ്കിൽ അതിന്മേൽ അവകാശം പറഞ്ഞ് അതിന് വേലികെട്ടി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പ്രാർത്ഥന മാത്രം കണ്ടക്ട് ചെയ്താൽ തന്നെ അവിടെ ഒരു വലിയ ശക്തമായ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. അത് പിന്നെ സൂക്ഷിക്കേണ്ട ചുമതല ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ഈ 125 തുടങ്ങുന്നത് എങ്ങനെയാണ്? യഹോവയിൽ ആശ്രയിക്കുന്നവർ. എങ്ങനെയാണ്? ഒരു കണ്ടീഷനുണ്ട് ദൈവത്തിന്. നമ്മൾ ദൈവമേ സഹായിക്കണേ അർത്ഥം നീ എന്നെ ആശ്രയിക്കുന്നു എന്നൂടെ ചോദിക്കുമേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഇത് സ്വർഗത്തിലൊരു സിയോൻ പർവ്വതമുണ്ട്, ഭൂമിയിലും ഉണ്ട്. ഇത് ദൈവം നിയോഗിച്ച സിയോൻ പർവ്വതത്തിന് ഇളക്കം തട്ടത്തില്ല. ദൈവം അങ്ങനെ തന്നെയാണ് പറയുന്നത്. സക്രിയ 2 അങ്ങനെ പറയുന്നുണ്ട്. സിയോൻ പർവ്വതത്തിന് ചുറ്റും കർത്താവ് പറയുന്നു, ഞാൻ തീ മതിലുകൾ കെട്ടിയിരിക്കുകയാണ്. അകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി. ദൈവം വസിക്കുന്ന പർവ്വതമാണ്. അത് മനോഹരമായ പർവ്വതമാണ്. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഉണ്ട്. വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ ഭൂമിക്ക് ചുറ്റും കർത്താവ് തന്നെ വേലി കെട്ടിത്തരണം. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ സോളാർ ഫെൻസ് വെച്ചും അല്ലെങ്കിൽ വലിയ മുള്ളുവേലി കൊണ്ടും ഒക്കെ വേലി കെട്ടുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ വേലി കെട്ടിത്തരണ്ടേ ദൈവം. അതിനാരാ അങ്ങനെ ചെന്ന് പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥനയോടുകൂടി ജാഗരിച്ച് ദൈവസന്നിധിയിൽ നിന്നാൽ. ഈ സമാഗമന കൂടാരമൊക്കെ ഉണ്ടാക്കുമ്പോഴും 40 ദിവസം മോശയെ കൊണ്ടുപോയി മരുഭൂമിയിൽ അന്നേരമൊക്കെ പണിയുന്നതെന്ന് ഓർക്കണം. എന്നിട്ട് പോലും 40 ദിവസം ദൈവത്തോടു കൂടെ നിന്ന് എവിടെയാണ് പണിയേണ്ടത്, എങ്ങനെയാണ് പണിയേണ്ടത്, ഇതെന്തായിരിക്കണം. അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ മൂവിങ് ആർക്കാണ്, അല്ലാതെ ഒരു സ്ഥലത്തുകൊണ്ട് ഇതെങ്ങനെ പണിയണം. ഒരിടത്ത് താമസിക്കുമ്പോൾ അവിടെ അത് ടെൻറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് എടുത്താണ്. ഇപ്പോഴാണ് പെർമനൻ്റായിട്ട്, പിന്നെ സലോമോൻ്റെ കാലത്താണ് പെർമനൻ്റായിട്ട് ഒരു ടെമ്പിൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് ആദ്യ സ്ഥലം വാങ്ങിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്ന യുദ്ധം കൂടുതലുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് വേണം അത് ചെയ്യാൻ. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. വാഗ്ദത്തമാണ്. നമ്മൾ ദൈവത്തോട് ഈ ഒരു വചന ഇതിനകത്ത് കിടക്കുന്നു. ഞാൻ നിൻ്റെ സന്നിധിയിൽ ഭൂമി ഏൽപ്പിച്ചു തരുന്നു, നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളെ അയച്ചു തരണം. ഇനി എല്ലാവർക്കും എല്ലാ വരമില്ല. ചിലർക്ക് ഡെലിവറൻസ് ഭൂമിക്കുള്ളതായിരിക്കും, ചിലർക്ക് വ്യക്തികളുടെ ആയിരിക്കും. ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന കൃപയുള്ളവരെ ആ സമയത്ത് ദൈവം കാണിച്ചു തരും. അവർ വന്ന് നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ അതിന് ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചാലും കെടുക്കും, പക്ഷേ ഇറ്റ് ടേക്സ് ലോങ്കർ ടൈം. പിന്നെ യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. ദൈവത്തിന് വിശുദ്ധി നിർബന്ധമാണ്. ഹൃദയശുദ്ധി ദൈവം നോക്കും. ദൈവത്തിന് നന്മ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. ദൈവം വചനത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ദാവീദിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്, യഹോവേ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണം. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്ടവൃത്തിക്കാരോടുകൂടെ പോകുമാറാക്കട്ടെ. ഇസ്രായേലിൽ സമാധാനം വരുമാറാകട്ടെ. നീതിമാനും നീതി കെട്ടവനും തമ്മിൽ ഒരു അന്തരമുണ്ട്. അതിൻ്റെ നടുക്കൊരു വിള്ളൽ വരണമെങ്കിൽ ദൈവാത്മാവ് ഇറങ്ങി വരണം. അല്ലെങ്കിൽ അവർ വളരെ ഡിസെപ്റ്റീവായിട്ട് ചതിവിൽ കൂടെ ഭവനത്തിനകത്ത് കയറി വന്ന് നമ്മളെ ഉപദ്രവിക്കും. നമ്മളറിയത്തില്ല. ഈ പലപ്പോഴും ദൈവാത്മാവുള്ളവരെ എടുത്തു ചാടിയൊന്നും ചെയ്യത്തില്ല. എന്നാൽ ശത്രുക്കൾക്കൊരു ഈ പിശാചിന് ഒരിക്കലും റെസ്റ്റില്ല. അവനൊരിക്കലും ഉറങ്ങുന്നുമില്ല. അവൻ വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന അവൻ തീരുന്നിടം വരെ അവൻ പുറകെന്ന് മാറൂല. നമ്മളാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ദുഷ്ടനത് ചെയ്യൂല. അതവൻ ചെയ്യുന്നിടം വരെ. അതേ തീഷ്ണത നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാകും? ദൈവം തമ്പുരാൻ ചോദിക്കുന്നുണ്ടല്ലോ, ജാതികൾക്കുള്ള തീഷ്ണത പോലും എൻ്റെ മക്കൾക്ക് എന്താ ഇല്ലാത്തതെന്ന്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. വചനമെടുത്ത് ഞാൻ പലരോടും പറയാറുള്ള ഒരു സത്യമാണ്, നിങ്ങൾ പ്രയാസം വരുമ്പോൾ മറ്റുള്ളവരോട് പ്രാർത്ഥന ചോദിക്കുന്നത് നല്ലത്. പക്ഷെ തന്നെ എടുത്ത് സങ്കീർത്തനം ഇപ്പം 125 ഞാൻ ഇന്ന് വായിച്ചത്, അത് തന്നെ ഒരു 7 വട്ടം പല പ്രാവശ്യം വായിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ ദൈവം 144-ാം സങ്കീർത്തനം, അതായത് നിൻ്റെ കൈകളെ യുദ്ധത്തിന് ഞാൻ അഭ്യസിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പം ദൈവം നമുക്ക് കൈകളെ ബലപ്പെടുത്താതെ വചനം പറയാനൊക്കത്തില്ല. അപ്പം ദൈവാത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്നു എങ്കിൽ നീതിമാൻ്റെ കൂടാരത്തിനകത്ത് ദുഷ്ടനെ നിൽക്കാനൊക്കത്തില്ല.
നമ്മൾ ഉറച്ച് വേലി കെട്ടണം. വീടിന് ചുറ്റും ജെറിഹോ മതിലിന് ചുറ്റും നടക്കുന്നത് പോലെ സ്തോത്രയാഗത്തോടെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നടക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നെങ്കിൽ ചുറ്റുപാട് നടന്ന് പ്രാർത്ഥിക്കുക, സ്തുതിക്കുക, അല്പം കുന്തിരിക്കെടുത്ത് കത്തിച്ച് ചുറ്റുപാട് നടക്കുക. ദൈവത്തിൻ്റെ ആത്മാവിലുള്ള വെള്ളം കൊണ്ടുവന്ന് ചർച്ചിൽ നിന്ന് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൃപയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാഴ്ത്തി ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെതായിട്ട് പറഞ്ഞ് ചുറ്റുപാടും തളിക്കുക. ഇതൊക്കെ നമ്മൾ തോന്നിക്കുമോ ഇതൊക്കെ ചിലർക്ക് അവകാശം? അങ്ങനെയല്ലെന്ന്. ഇതിപ്പോൾ എൻ്റെ വീട് സൂക്ഷിക്കാൻ എനിക്കൊരു കൃപ ദൈവം തന്നില്ലെങ്കിൽ ഞാനെങ്ങനെ എന്നും വല്ലവരെയും കൊണ്ട് വന്ന് പറഞ്ഞ് ജയിപ്പിക്കാൻ ഒക്കത്തില്ല. മറ്റു ആരെങ്കിലും പുരോഹിതന്മാരോ പാസ്റ്റേഴ്സോ കിട്ടിയെങ്കിൽ നല്ല. ഇല്ല എങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നോ, ആരും വന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൽ ചെയ്യാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് കഴിഞ്ഞിട്ട് ദൈവാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ അധികാരമുണ്ട്. കർത്താവ് എല്ലാവരും വന്നിട്ടേ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് ശത്രു ഇല്ലാതാക്കാൻ ഇടയാക്കരുത്. ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നതേ എങ്കിൽ, ഇത് വന്നും പോകുന്ന ദൈവത്തെ അല്ല ഞാൻ ഈ പറയുന്നത്, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭവനം പണിതിരിക്കുക എന്നാണ് പറഞ്ഞത്. എനിക്കൊരു ഭവനം പണിയുന്നു. ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മളെ എങ്കിൽ, ദൈവത്തിൻ്റെ ഭവനമാണ് എൻ്റെ വീട് എങ്കിൽ അവനറിയാതെ ഒന്നും സംഭവിക്കാൻ ഒക്കത്തില്ല. കർത്താവേ, എല്ലാ മുറികളിലും, നമ്മൾ മുൻവശത്തെ മുറികളിൽ മാത്രം ഇരുത്തുന്ന ദൈവത്തെ അല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ മുറികളിലും സ്വാതന്ത്ര്യം. കാരണം ഭവനത്തിൻ്റെ ഉടമസ്ഥൻ അവനാണെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരം എല്ലാ മുറികളിലും ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കത്തുള്ളൂ. അത് ദൈവമാണ് നിയോഗിക്കുന്നത്. അത് ദൈവം വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചു തരാൻ ദൈവം എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീതിമാൻ ദൈവത്തിൻ്റെ മക്കളാണ്. നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ തൊടാൻ നീ അനുവദിക്കത്തില്ല. നീതിമാനും ദുഷ്ടനും തമ്മിൽ എന്ത് കാര്യപിച്ച, ദൈവവും മാമോനും തമ്മിൽ എന്ത് കാര്യപിച്ച, രാത്രിയും പകലും തമ്മിൽ എന്ത് അകൽച്ചയല്ല പിച്ച, മരണം ജീവനും തമ്മിൽ എന്തൊരകൽച്ചയല്ലേ കർത്താവേ. ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവിലല്ല എങ്കിൽ നമ്മളെ തൊടാൻ ഒക്കത്തില്ല. ജീവൻ്റെ ദൈവം പറയുന്നു, ഞാൻ വസിക്കുന്ന ആലയം ജീവനുള്ളതായിരിക്കണം. അവിടെ ജീവനുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ജീവ ഉറവയുണ്ട്. നദി അവിടെ ഒഴുകണം കർത്താവേ. അവിടെ ജീവൻ്റെ ആത്മാവ് പഥ്യമായ വെള്ളം ചെന്നിട്ട് അത് ദേശത്ത് കടന്ന് ദേശത്തിനെ നനവുള്ള തോട്ടമാക്കിയിട്ട് അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളാക്കി മാറ്റണം. ഓരോ വ്യക്തികൾ ഇവിടെ കാല് ചവിട്ടുമ്പോൾ, ദൈവാത്മാവ് ഉള്ളിടത്ത് കാല് ചവിട്ടുമ്പോൾ അവരിലുള്ള ബന്ധനങ്ങൾ അഴിച്ചു കൊടുത്തിട്ട് അവരെ ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തിൻ്റെ മഹത്വം കാണുന്നവരുമാണ്. ചില സ്ഥലങ്ങളിൽ കാല് ചവിട്ടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ, കർത്താവേ, ഞങ്ങൾ ദിനംപ്രതി നിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ നിൻ്റെ ശക്തി ഞങ്ങളിൽ കൂടെ വിളക്കായിട്ട് വെളിച്ചമായിട്ട് ജീവനായിട്ട് പുറത്തോട്ട് വന്നുകൊണ്ടേയിരിക്കണം. കർത്താവ്, എപ്പോഴെങ്കിലും നിന്നിൽ നിന്ന് മാറുന്നെങ്കിൽ നീ ആളുകളെ അയച്ച് വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. നീതിമാൻ്റെ അവകാശം ദൈവമേ നീയാണ് നിയോഗിച്ചിരിക്കുന്നത്. അളവ് നൂല് നല്ലൊരു ദേശത്ത്, മനോഹര ദേശത്തെ വീണിരിക്കുന്നു. യഹോവയാം ദൈവം, നല്ല സൃഷ്ടാവാകുന്ന ദൈവം തൻ്റെ നന്മയുടെ ഉറവിടമാകുന്ന മക്കൾക്ക് വേണ്ടി അതെല്ലാം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ദൈവത്തെ നേരിട്ട് കണ്ടിട്ട് കർത്താവിൻ്റെ അങ്കിക്കകത്ത് പൊതിഞ്ഞ് തലമുറകളെ സൂക്ഷിക്കാൻ കർത്താവെ നീ അവരോട് കരുണ തോന്നി. അവർ നിൻ്റെ സന്നിധിയിൽ സ്വയമേ വരുന്നിടം വരെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. എവിടെയായിരുന്നാലും കർത്താവ്, നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് അവർ കൂടുവെച്ചാലും പാതാളത്തിൽ വിരിച്ചാലും നീ അറിയുന്ന ദൈവമാകിയാൽ നിൻ്റെ ആത്മാവരമേ ഹേമിച്ചു കൊണ്ടേയിരിക്കുകയും ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ദൈവം സുബോധം ഇട്ടുകൊടുത്ത് മക്കളെയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. തക്ക സമയത്ത് പ്രതിഫലം തരുന്ന ഒരു ദൈവം, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. അങ്ങനെ തന്നെ സംസാരിക്കുന്ന ദൈവത്തിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.